Good morning, students. അടുത്തായിട്ട് നമ്മൾ നാലാമത്തെ മോഡ്യൂൾ ഫോർത്ത് മോഡ്യൂൾ ഫോറിയർ സീരീസിലെ യൂണിവേഴ്സിറ്റി പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ് GYMAT101 മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് 1. അതിൽ എ പാർട്ടിലെ ഫോറിയർ സീരീസ് എന്ന് ചോദിച്ച ചോദ്യം ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. If f of x is a periodic function with period 2π in the interval minus pi less than x less than pi, write the Euler's formula to find a0, an, bn. അപ്പോൾ ഈ ഫോറിയർ സീരീസ് എന്ന ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് a0 വേണം, an വേണം, bn വേണം. 3 ഫോറിയർ കോഎഫിഷ്യൻസ് വേണം. അതിന്റെ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്റർവൽ എന്താണ്? -π മുതൽ +π വരെ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഇതെങ്ങനെ ചെയ്യണം കേട്ടോ. ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് ഫോറിയർ സീരീസ് for the function f of x defined in the interval -π less than x less than pi is given by f of x is equal to that formula a0/2 plus sigma n equal to 1 to infinity an cos nx. Sigma n equal to 1 to infinity an cos nx plus sigma n equal to 1 to infinity bn sin nx, where a0, a, bn are called Fourier coefficients. a0 ഉം an ഉം bn ഉം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതാം. a0 is equal to 1/π integral -π to +π f of x dx. ഇതാണ് a0 കാണാനുള്ള ഫോർമുല. Then an കാണാനുള്ള ഫോർമുല എന്താണ്? an is equal to 1/π integral -π to π f of x cos nx dx. ഇനി bn കാണാനുള്ള ഫോർമുല എന്താണ്? 1/π integral -π to π f of x sin nx dx. ഇതാണ് Euler's formula for finding the value of a0, an, bn. a0ന്റെയും a-ന്റെയും b-ന്റെയും വാല്യൂ കണ്ടുപിടിക്കാനുള്ള 3 ഫോർമുലാസ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണോ ആ ഫംഗ്ഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ ഈ ലിമിറ്റിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? a0ന്റെ വാല്യൂ കിട്ടും, a-ന്റെ വാല്യൂ കിട്ടും, b-ന്റെ വാല്യൂ കിട്ടും. ഈ വാല്യൂസ് എല്ലാം നമ്മൾ ഈ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് a0ന് a-ന് b-ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ സീരീസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഫോറിയർ സീരീസ് കിട്ടും. അപ്പൊ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഇത് എഴുതിയിരിക്കുക. എല്ലാവരും എഴുതിയെടുത്തോളൂ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എ പാർട്ടിലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ. എ പാർട്ടിലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്. GYMAT101 ഡിസംബർ 2026 റെഗുലർ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിലെ പാർട്ട് എയിലെ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പാൻഡ് f of x is equal to e raised to x as a Maclaurin series. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പാൻഡ് f of x is equal to e raised to x as a Maclaurin series. MPSC Maclaurin series. അപ്പോ f of x ൽ e raised to x നെ Maclaurin series ആയിട്ട് എഴുതാം. എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എ പാർട്ടിൽ ചോദിച്ചതാണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. എങ്ങനെ ചെയ്യണം നോക്കാം. അപ്പോ Maclaurin സീരീസിന്റെ ഫോർമുല എന്താണ്? f of x is equal to Maclaurin സീരീസ് എന്ന് പറഞ്ഞാൽ f of 0 plus
x by 1 factorial f dash 0 plus x square by 2 factorial f double dash 0 plus x cube by 3 factorial f triple dash 0 plus etc. ഇതാണ് നമ്മുടെ Maclaurin സീരീസിന്റെ ഫോർമുല. അപ്പോൾ ഫസ്റ്റ് we write the formula for Maclaurin series. എന്താണ് Maclaurin സീരീസിന്റെ ഫോർമുല? f of x is equal to f naught f0 plus x by 1 factorial f dash 0 plus x square by 2 factorial f double dash 0 x cube by 3 factorial f triple dash 0. ടൈലർ സീരീസിലെ x naught എന്നുള്ള 0 കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? Maclaurin സീരീസ് കിട്ടുക. Maclaurin സീരീസിന്റെ ഫോർമുല എഴുതി. ഇനി ഇതിലുള്ള f of 0 f dash 0 f double dash 0 f triple dash 0 കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കാം. ഇവിടെ f of 0 എന്ന് പറഞ്ഞാൽ f of x എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to x ആണ്. അപ്പോൾ f of 0 എന്തായിരിക്കും? f of 0 എന്ന് പറഞ്ഞാൽ x ന് 0 കൊടുക്കുമ്പോൾ e raised to 0 that is equal to. അപ്പോൾ ഫസ്റ്റ് വാല്യൂ f of 0 ന്റെ വാല്യൂ നമുക്ക് കിട്ടി. അടുത്ത എന്താണ്? f dash x എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to x നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? e raised to x തന്നെയാണ്. അപ്പോൾ f dash 0 എന്താണ്? അതും 1 തന്നെയാണ്. ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് f double dash x എന്താണ്? അതും e raised to x ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? f double dash 0 എന്ന് പറയുന്നതും 1 ആണ്. f triple dash x എന്താണ്? അതും e raised to x തന്നെയാണ്. അപ്പോൾ f triple dash 0 എന്ന് പറയുന്നത് എത്രയാണ്? 1 തന്നെയാണ്. അപ്പോൾ f0 f dash 0 f double dash 0 f triple dash 0 ന്റെ വാല്യൂ എല്ലാം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി വാല്യൂസ് എല്ലാം ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ f of 0 എത്രയാണ്? f of 0 എന്ന് പറഞ്ഞാൽ 1 plus x by 1 factorial into f dash 0 എത്രയാണ്? 1 plus x square by 2 factorial f double dash 0 എത്രയാണ്? 1 plus x cube by 3 factorial into f triple dash 0 എത്രയാണ്? 1 plus etc. എന്ന് പറഞ്ഞാൽ f of x e raised to x എന്ന് പറഞ്ഞതിന്റെ Maclaurin series എന്താണ്? e raised to x is equal to 1 plus x by 1 factorial x square by 2 factorial x cube by 3 factorial plus etc. ഇതാണ് ഈ പ്രോബ്ലത്തിന്റെ ആൻസർ. അപ്പോൾ Maclaurin series പറഞ്ഞാൽ a modified form of Taylor series. Taylor സീരീസിലെ x naught ന്റെ വാല്യൂ 0 കൊടുക്കുമ്പോഴാണ് നമുക്ക് Maclaurin series ലഭിക്കുക. അപ്പോൾ ഫസ്റ്റ് we write the formula for Maclaurin series. Maclaurin സീരീസിന്റെ ഫോർമുല എന്താണ് Maclaurin സീരീസിന്റെ ഫോർമുല? f of x is equal to f of 0 plus x by 1 factorial f dash 0 plus x square by 2 factorial f double dash 0 plus x cube by 3 factorial f triple dash 0. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ അടങ്ങിയിരിക്കുന്ന f of 0യും f dash 0യും f double dash 0യും f triple dash 0യും ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ f of 0 എങ്ങനെയാ സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിക്കണേ? തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of x = e raised to x ആണ്. അതിൽ x ന് 0 കൊടുക്കുമ്പോൾ f of 0 കിട്ടും. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ f dash x കിട്ടും. ആ f dash x ലെ x ന് 0 കൊടുക്കുമ്പോൾ f dash 0 കിട്ടും. ഇനി f dash x നെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ f double dash x കിട്ടും. x ന് 0 കൊടുക്കുമ്പോൾ f double dash 0 കിട്ടും. ഇനി അതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴോ f triple dash x കിട്ടും. അതിന് x ന് 0 കൊടുക്കുമ്പോൾ f triple dash 0 കിട്ടും. നമുക്ക് ലഭിച്ച f of 0യും f dash 0യും f double dash 0യും ഒക്കെ നമ്മൾ ഈ Maclaurin സീരീസിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സീരീസ് കിട്ടും. ആ സീരീസ് എന്താണ്? e raised to x is equal to 1 plus x by 1 factorial x square by 2 factorial x cube by 3 factorial plus etc. എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. ഓക്കെ.